RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന എൽ ക്ലാസിക്കോ മത്സരത്തെ കുറിച്ചാണ്. റയൽ മാഡ്രിഡ് വിസ് ബാഴ്സലോണയെ 2-1 പരാജയപ്പെടുത്തി. അത് ചേർത്തിട്ട് ലമീന്റെ വായും അടപ്പിച്ചു. അതെ, ബാഴ്സലോണയെ പരാജയപ്പെടുത്തുക മാത്രമല്ല എമീൽ യമാലിന്റെ വായ അടപ്പിക്കുകയും ചെയ്തു റയൽ മാഡ്രിഡ്. അവർക്ക് ഇന്നലത്തെ കളിയിൽ എന്തായാലും യമാലിനെ പൂട്ടിയേ പറ്റൂ. എൽ ക്ലാസിക്കോ ഗോൾ അടിച്ചാലും കുഴപ്പമില്ല, ലമീന് ഗോൾ അടിക്കരുത്. അതെ, അതായിരുന്നു അവരുടെ അജണ്ട. യമാലിന് ഗോൾ അടിച്ചിട്ട് ജയിക്കണ്ട അങ്ങനത്തെ ഒരു കളിയിൽ എങ്ങനെയെങ്കിലും ഒരു ഗോളിനായാലും ജയിച്ചാൽ മതി എന്നുള്ള ഒരു കളിയിലായിരുന്നു റയൽ മാഡ്രിഡ്. അവർക്ക് ജയത്തിൽ കുറഞ്ഞൊന്നും അവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവരുടെ ഡിഫൻസ് മുതൽ മിഡ്ഫീൽഡ് മുതൽ യമാലിനെ അമ്മാതിരി പൂട്ടിയിട്ടുണ്ടായിരുന്നു. അതെ, എന്താന്ന് പറഞ്ഞാല് ചെക്കന്റെ കയ്യിൽ കളി ഉണ്ടെന്ന് അറിയാം. അപ്പൊ ആ ചെക്കന്റെ പൂട്ടനെ വേണം. അപ്പൊ കഴിഞ്ഞ സീസണിൽ ഇതേ സംഭവങ്ങൾ ഒരാൾ ചെയ്തുകൊണ്ടിട്ടുണ്ടായിരുന്നു. അത് വിനീഷ്യസ് അല്ലേ? അതെ, വിനീഷ്യസിന് അതേപോലെ നല്ലപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതൊക്കെയാണ് പറയുന്നത്. നിങ്ങള് കളിക്കുന്നതിന് മുമ്പുള്ള ഈ വായാട്ടം നിർത്തുക. കളി കഴിഞ്ഞിട്ട് ജയിച്ചിട്ട് നമ്മുടെ ആശാനില്ലേ, പഴയ ഒരു ആശാൻ ഉണ്ടല്ലോ, ഷർട്ടൊക്കെ പൊക്കി ഓടിയിട്ട് അതേപോലെ തിരിഞ്ഞിട്ട് നട്ടൊരു ചങ്ങല്ലേ, അവരൊക്കെ കളി കഴിഞ്ഞിട്ട് കളിക്ക് മുമ്പൊന്നും ഡയലോഗ് അടിക്കില്ല. അപ്പൊ ഈ പരിപാടിയൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ കളിച്ച് ഗ്രൗണ്ടിൽ ഇപ്പൊ കഴിഞ്ഞ സീസണിൽ 4 എൽ ക്ലാസിക്കോ ജയിച്ചു, അമാലിന്റെ മികവ് കൊണ്ടാണ് ജയിച്ചൊക്കെ സംഭവിച്ചു. പക്ഷെ അതിനു മുമ്പും റയൽ മാഡ്രിഡ് ഒരു 4 കളി ജയിച്ചിട്ടുണ്ടായിരുന്നു. അതില് പല ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പൊ ഇത് എൽ ക്ലാസിക്കോ ആണ്, ഇത് ഇന്നത്തോടെ കഴിയുന്ന കാര്യമല്ല. ഇപ്പോ 6 എൽ ക്ലാസിക്കോ ഭിന്നമായിട്ട് റയൽ മാഡ്രിഡ് ഉണ്ട്, 104 എൽ ക്ലാസിക്കോ ഭിന്നമായിട്ട് ബാഴ്സലോണ ഉണ്ട്. ഇനിയും മത്സരങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഈ ഒരു സീസൺ, കഴിഞ്ഞ സീസണിൽ 4 എൽ ക്ലാസിക്കോ ഉണ്ടായിരുന്നു. ഈ സീസണിൽ 2 എൽ ക്ലാസിക്കോ ലീഗുകളുണ്ട്. ഇനി കോപ്പ ഡെൽ റേയും സൂപ്പർ എസ്പാനികളൊക്കെ വന്നാലേ അറിയുള്ളൂ എത്ര എൽ ക്ലാസിക്കോ ഉണ്ടെന്ന്. അപ്പൊ ഇത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഓരോ സീസണിൽ 2 എൽ ക്ലാസിക്കോ ഉണ്ടാകും. അതിൽ ചില ബാഴ്സലോണക്കും റയൽ ജയിക്കും, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഇതിനു മുമ്പുള്ള ഈ വായ്ത്താളം ഉണ്ടല്ലോ, ഇത് പറയുകയാണെങ്കിൽ അത് ഗ്രൗണ്ടിൽ നടപ്പാണ്. അത് മാത്രല്ല, ഇതെല്ലാം കഴിഞ്ഞിട്ടില്ല 100 മിനിറ്റ് വഴക്കിടാൻ കിട്ടി. അത് മാത്രല്ല, കർവാല് വായ അടയ്ക്കായിരുന്നു. നീ കുറെ വായ സംസാരിക്കുന്നത് പറഞ്ഞപ്പോ കർവാല് തണലിന് വാ സ്വന്തം നാഷണൽ ടീമിന്റെ ക്യാപ്റ്റനെയാണ് വെല്ലുവിളിക്കുന്നത്. അതെ, ഭയങ്കര നാടകീയമായ രംഗങ്ങളാണ്. നോക്കിയാൽ മതി. ഇപ്പൊ കർവാലും യമാലും ഒരേ ടീമിൽ കളിക്കുന്ന, സ്പെയിനോട് ഒരേ ടീമിൽ കളിക്കുന്ന, അതേപോലെ ക്യാപ്റ്റനും മെയിൻ പ്ലെയർ ആണ്. അതെ, അവിടെ അതേപോലെ തന്നെ വേറെ വിനീഷ്യസ് ജൂനിയറും റഫീനും തമ്മിൽ ഫൈറ്റ് നടന്നിട്ടുണ്ട്. അതൊക്കെ ഒരേ ടീമാണ്. ഇതാണ് ഈ എൽ ക്ലാസിക്കോന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ. അവര് ഏത് ടീം നാഷണൽ ടീമിൽ ഒരുമിച്ച് കളിച്ചാലും സഹോദരന്മാരാണെന്നൊന്നും വിഷയമല്ല. ഇത് വരുമ്പോ രണ്ടായിട്ട് പിരിഞ്ഞിട്ട് അവര് ഇനിയിപ്പോ എന്തെന്നെയാണ്, സ്വന്തം ജ്യേഷ്ഠനാണ് അനിയനാണ് വിഷയമൊന്നുമല്ല. എൽ ക്ലാസിക്കോ വരുമ്പോ റയൽ മാഡ്രിഡ് വിസസ് ബാഴ്സലോണ, അത് ബദ്ധവൈരികളാണ്. അപ്പൊ അവിടെ കോംപ്രമൈസ് ഒന്നുമില്ല. ഞാൻ ചിന്തിച്ചാണ് പെടുന്നത്, കർവഹാലും യമാലും ഒരേ ടീമിൽ സ്പെയിനിൽ കളിക്കുന്നത്, റഫീനിയും നമ്മുടെ വിനീഷ്യസ് ജൂനിയറും ഒരേ ടീമിൽ ബ്രസീലിൽ കളിക്കുന്നത്. എന്നിട്ട് പമ്പ ഫൈറ്റ് നടക്കുന്നത്. അങ്ങനെ നാടകീയമായ രംഗങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് അവസാനിച്ചത്. ഈ കർവാല് വാടിച്ചിരിക്കാൻ പറഞ്ഞപ്പോ വിനീഷ്യസ് വിളിച്ചു എല്ലാരും പകുതി റയൽ മാഡ്രിഡിനെ തണല് വിളിച്ചിട്ട് എന്താ കാര്യം? വിളിച്ചിട്ട് അത് മാത്രമല്ല, ജസ്റ്റ് റഫീനെയും മറക്കിടാൻ പോയത് പോലീസ് ഉണ്ടായത് കാരണം മാത്രം. അല്ല, അതൊക്കെ എങ്ങനെ എൽ ക്ലാസിക്കോ എന്ന് പറഞ്ഞാൽ അടിയില്ലാതെ എന്ത് എൽ ക്ലാസിക്കോ എന്ന് പറഞ്ഞ പോലെ ചില സമയങ്ങളിൽ റൂഡിഗറിന്റെ ഐസ് പാക്ക്, ഈ വർഷം എല്ലാവരുടെ കൈ. അപ്പൊ അതൊക്കെ ഉണ്ടാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വിനീഷ്യസിനെതിരായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വായടക്കല്. അതെ, ഇങ്ങനെയുള്ള സംസാരങ്ങള് പരമാവധി കളിക്കുമ്പോൾ ഒഴിവാക്കുക. നിങ്ങൾ കളി കഴിഞ്ഞ് ജയിച്ചിട്ട് എന്തുവാണെങ്കിൽ പറഞ്ഞോളൂ. ഇപ്പൊ കർവഹാലൊക്കെ വലിയ ഡയലോഗ് അടിച്ച് പറഞ്ഞു. അൽവക്കാര് അത്ര വലിയ മിടുക്കുന്നല്ല. മുമ്പ് എൽ ക്ലാസിക്കോയില് നടുവരൽ ചൂണ്ടിയ ആളാണ് കർവഹാല്. അപ്പൊ അത് ഗോൾ സെലിബ്രേഷനിൽ ഫാൻസിന് നേരെ ചൂണ്ടിയ ആളാണ്. അപ്പൊ ആള് വലിയ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇറക്കിയെന്നുള്ളത് കാര്യമൊന്നല്ല. ഇത് ആ ഒരു ചോരത്തിളപ്പിന്റെ കാര്യങ്ങളാണ്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തില് യമാല് ഇനിയെങ്കിലും ഇതിനെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ആളുടെ കളിക്കും കൂടി ഇത് ബാധിക്കും. ശരി, അത് മാത്രല്ല, ഇന്ന് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു അതൊക്കെ പറയാം. അതേപോലെ ഹൻസി ഫ്ലിക്കും അതേപോലെ യമാലിനെ പൂട്ടിയിട്ടേ പറ്റും. അതാണ് നമ്മുടെ ഒരു മക്കള് വഴിവിട്ട് പോകണമെങ്കിൽ അത് പിടിച്ചു നിർത്തേണ്ടത് അത് നമ്മുടെ കടമ. എന്താ പറയുക, 10 സമ്മേളനത്തിന് അതേപോലെ കുറച്ചുകൂടെ മെച്ചൂരിറ്റി ഇല്ല. എന്താ പറയുക, 18 വയസ്സായിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇനി ഒരുപാട് കരിയറിൽ ഒരുപാടുണ്ട്. അങ്ങനത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഈ കൊണകൊണ അടിക്കുന്നത്, ഈ വായ്ത്താളുണ്ടല്ലോ, ഇങ്ങനെ സംസാരിക്കുന്നത്, അത് എതിർ ടീമുകളെ ബഹുമാനിക്കാൻ, റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. അതൊക്കെ നമ്മുടെ ലെജൻഡുകളിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങളാണ്. കളി മാത്രം കാലുണ്ടായ പോലെ ഈ കാര്യങ്ങളും കൂടി വേണം. ഇല്ലെങ്കിൽ എവിടെയും എത്താതെ പോകും. അപ്പോ ഇന്നത്തെ കളിയിലോട്ട് വരാം. കളിയില് 2-1 പരാജയപ്പെട്ടു. കളി ഫസ്റ്റ് ഹാഫില് റയലിന്റെ മിന്നും പ്രകടനമായിരുന്നു. അതേപോലെ സെക്കൻഡ് ഹാഫിൽ ബാഴ്സ ഒരുപാട് ശ്രമിച്ചു. അവർക്കത് വിജയം തന്നെയാണ്. അതെ, അത് അവര് സെക്കൻഡ് ഹാഫില് അവിടെയാണ് സാവിയും നമ്മുടെ അഞ്ചലോട്ടി തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അഞ്ചലോട്ടി ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ 3-4 ഗോളിന് റയൽ മാഡ്രിഡ് വിജയിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോ ബാഴ്സ തിരിച്ചടിച്ച് വിജയിച്ചിട്ടുണ്ടാവും. ഈ 2 പൊട്ടൻഷ്യൽ ഉണ്ട്. ഈ 2 പ്രയോറിറ്റിയിൽ 2 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ
സാബി എന്ന കോച്ച് അവിടെയാണ് ബ്രില്യൻസ് എന്ന് പറഞ്ഞാൽ അവിടെ സെക്കൻഡ് ഹാഫിൽ നിങ്ങൾ സെക്കൻഡ് ഹാഫ് സ്കോർ ചെയ്യട്ടെ, സെക്കൻഡ് സ്കോർ ചെയ്ത ശേഷം നമുക്ക് വേണമെങ്കിൽ അടുത്ത ഗോളിന് വേണ്ടി ശ്രമിക്കാം. അതുവരെ ഡിഫെൻഡ് ചെയ്ത് കളിക്കുക. എന്ന് പറഞ്ഞാൽ റയലിന്റെ അത്യാവശ്യം നല്ല ഡിഫൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഡിഫെൻഡ് ചെയ്ത് കളിക്കുക, കിട്ടുന്ന കൗണ്ടറിൽ ഗോൾ അടിക്കുക, അതായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നടന്നത് ബാർസലോണ ഫുൾ ഹൈലൈൻ വെച്ച് കളിക്കുമ്പോൾ ബാർസലോണയ്ക്ക് ബാക്കിൽ വരാൻ പറ്റുന്ന ഈ ഹൈലൈൻ കളിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹൈലൈൻ കളിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പ്ലേയേഴ്സ് വേണം ഓടി പിടിക്കാനുണ്ട്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാല് കുണ്ടെ ഇന്നിപ്പോ വിനീഷ്യസ് സുന്ദരമായിട്ട് കുണ്ടനൊക്കെ വെട്ടിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ സൈഡ് എംബാപ്പയുടെ ബാൾഡെ വരുന്നുണ്ട്, അവിടെയും മിസ്സാവുന്നുണ്ട്. ആർദുഗുലാർ വിങ്ങിലൂടെ അറ്റാക്ക് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ എന്താ പ്രശ്നം പറഞ്ഞാല് ഈ ഹൈലൈൻ കീപ്പ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ബാക്കിലോട്ട് ഓടിയെത്താൻ പറ്റില്ല. എന്താ പറഞ്ഞാല് ഇത് സ്റ്റിൽ നമ്മൾ നിൽക്കുന്ന ഒരു പൊസിഷനിലാണ് ഓടിപ്പോകുന്നത്. എതിർ ടീമിന്റെ ഫോർവേഡ്സ് ഓടി വന്നുകൊണ്ട് അങ്ങനെ കയറാണ്. ഫോർവേഡ്സിന് നല്ല പേസ് ഉണ്ട്, എല്ലാം കാര്യം. ഡിഫൻഡേഴ്സ് അങ്ങനെയല്ല, ഡിഫൻഡർ നിന്ന് കളിക്കുന്ന കളിയാണ് അവർ കളിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഓഫ്ലൈൻ ട്രാപ്പിന് കഴിഞ്ഞ വർഷം ഇനിഗോ മാർട്ടീനസും കുബാർസിയും നല്ല റണ്ണിങ് ആയിരുന്നു. അത് പിന്നാലെ റൺ ചെയ്യാനും അതേപോലെ കറക്റ്റ് ആയിട്ട് ഓഫ്ലൈൻ എന്ന് പറഞ്ഞാൽ ഓഫ്ലൈൻ ഉണ്ട്, അപ്പുറം ഒരു സംസാരമില്ല. ഇന്നിപ്പോ എംബാപ്പെ അടിച്ച ഗോളൊക്കെ ശരിക്കും അതാണെങ്കിൽ അവർ ഇത് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഒരു പ്ലെയർ മാത്രം ആ ഓഫ്ലൈൻ ട്രാപ്പിനെ ബീറ്റ് ചെയ്തു. അങ്ങനെയാണ് കാര്യം വന്നത്. പിന്നെ കളിയിൽ പ്രത്യേകിച്ച് പറയേണ്ടത് പറഞ്ഞാല് എനിക്ക് സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞാൽ പെഡ്രിയുടെ റെഡ് കാർഡാണ്. അത് ഫസ്റ്റ് യെല്ലോ കാർഡ് കമ്പൽസറി ആണ്. ബോൾ വിട്ടാ അത് ഗോളാണ്. വിനിനെ വിട്ടാണെങ്കിൽ ഗോൾ. എന്താ പറഞ്ഞാല് 3-2 ആണ് അങ്ങനെ എന്തോ വന്നത്. മൊറാട്ടക്കിട്ട് ചെയ്തത് ഇവിടെ പെഡ്രി ചെറുതായിട്ടൊന്ന് സാമ്പിൾ ഒന്നല്ല, ഇത് ഹോൾഡ് ചെയ്ത് റഫറി വിസില് വിളിക്കുന്നവരെ ഈ ഹോൾഡ് ചെയ്ത ടീഷർട്ട് ഒന്നും വിട്ടില്ല. എന്താ കാരണം അത് വിനീനെ വിട്ട് കഴിഞ്ഞാൽ അത് ഷുവറായിട്ട് ഒരു 99.9 എന്റെ വകയിൽ അത്രയും ഗോളാവാനുള്ള ചാൻസുകളാണ്. അപ്പൊ അത് നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ കിട്ടിയ സുന്ദരമായ ഒരു പെനാൾട്ടി നമ്മുടെ എംബാപ്പെ പാഴാക്കി. ഞാൻ എംബാപ്പെ പെനാൾട്ടി മിസ് ചെയ്യണമെന്ന് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ബാഴ്സ ഇന്നത്തെ ആ സെക്കൻഡ് ഗോൾ വീണാൽ തന്നെ നമുക്ക് മനസ്സിലാവും ബാഴ്സയുടെ പ്രശ്നം എന്താണ്. ബാഴ്സ ആ വിനീഷ്യസ് കൊണ്ടുവരുന്ന ബോൾ ക്രോസ് കൊടുക്കുന്ന സമയത്ത് അവര് വിചാരിച്ചു, ബാഴ്സ പ്ലേയേഴ്സ് വിചാരിക്കുന്നത് ഔട്ടായിട്ട് കർവല്ലേ വരുന്നത്, അത് പുറത്തു പോയ ബോളാണ് ഉള്ളിൽ വരുന്നത് വിചാരിക്കുന്നു. ഫ്രീ ആയി നിൽക്കുന്ന നമ്മുടെ അരച്ചങ്ങായി ഇന്ന് മിൽറ്റാവോ ഹെഡ് ചെയ്ത് കൊടുക്കുന്ന അത് ബെല്ലിഹാം എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ബെല്ലിഹാം ഫ്രീ ആയിട്ട് ആരുമില്ലാണ്ട് പെനാൽറ്റി ബോക്സിന്റെ ഫ്രണ്ടിൽ ബോക്സിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് ഫ്രീ ആയി നിൽക്കുകയാണ്. അത് ബെല്ലിഹാം സിമ്പിൾ ആയിട്ട് ഹ്യൂജിസൺ ഹെഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഹ്യൂജിസനെ കൊണ്ടോ അത് എറിക് ഗാർസിയ മാർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നേരെ കാലിൽ കിട്ടുന്നു, സിമ്പിൾ ആയിട്ട് ഗോൾ അടിക്കുന്നു. ഈ ഗോൾ സംഭവിച്ചത് വിനീന്റെ ക്രോസ് അതെല്ലാരും പുറത്തുപോയെന്ന് വിചാരിച്ചു. ആ ഹാങ് ആയിട്ടാണ് മുമ്പ് 2019 ഇതേപോലെ തന്നെ ട്രെന്റ് റോബർട്ട്സൺ ബോൾ എടുത്ത് ആ ഗോൾ UCL അത് തിരിച്ചു കംബാക്ക് അടിച്ചല്ലേ, ലിവർപൂൾ കംബാക്ക് അടിച്ചത്. അന്ന് ഇതേപോലെ സംഭവിച്ചു. കോർണർ കിക്ക് വിധിച്ചു, റഫറി വിസിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ബാഴ്സ പ്ലേയേഴ്സ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന അതിന്റെ ഇടയിൽ ഇവര് ട്രെൻഡ് ഗോൾ പാസ് ചെയ്യുന്ന റോബർട്ട്സൺ വന്ന് ഗോൾ അടിക്കുന്നു. അത് എമ്മാതിരി സ്പീഡിലുള്ള ഒരു ടൈമിങ്. ഇതുപോലത്തെ ലാഗ് ആണ് ബാർസയ്ക്ക് അഫക്ട് ചെയ്യുന്നത്. ഓഫ് ദ ബോളിൽ ഇങ്ങനെ ഇവര് അതേപോലെ പെനാൾട്ടി എടുത്തു. നീ നോക്കിയോ, പെനാൾട്ടി എടുത്ത് ഷെസ്നി ആ പെനാൾട്ടി സുന്ദരമായി സേവ് ചെയ്ത് ഓക്കെയാണ്. സേവ് ചെയ്തപ്പോഴേക്കും എല്ലാ പ്ലേയേഴ്സും കൂടിയിട്ട് ഗോൾ സെലിബ്രേഷൻ പോലെ കൺഗ്രാറ്റുലേറ്റ് ചെയ്തു. പക്ഷെ ബോൾ അവര് നോക്കിയില്ല. ആകെ ഫെർമിൻ ലോപ്പസ് ഇത് അറിയാം, ഫെർമിൻ ലോപ്പസ് ആണ് തോന്നുന്നത്. ഈ ഫെർമിൻ ലോപ്പസ് മാത്രം പോയിട്ട് കോർണറിന്റെ ഫ്രണ്ടിൽ പോയി നിന്ന് അല്ലെങ്കിൽ അപ്പൊ തന്നെ ഒരു കോർണർ കിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഗോൾ വിൻ ചെയ്തിട്ടുണ്ടാവും. അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇത് സെലിബ്രേറ്റ് ചെയ്യണം. അത് 1-2 പ്ലേയേഴ്സ് പോയിട്ട് ഒന്ന് ചിയറപ്പ് ചെയ്തിട്ട് കഴിഞ്ഞു, അതോടെ പരിപാടി പെട്ടെന്ന് സ്പീഡാക്കണം. ഇത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ബാധിച്ചിരിക്കുന്നത്. അതേപോലെ ഇന്നത്തെ കളി നോക്കിക്കഴിഞ്ഞാൽ മിസ് പാസുകളുടെ ഘോഷയാത്ര തന്നെയാണ്. എനിക്കറിയാം പരിക്കുകൾ പ്രശ്നമുണ്ട്. അതേപോലെ ഓരോ പ്ലേയേഴ്സിനും ഡ്യൂട്ടി ടൈം ഒരുപാടാണ്. എന്താ പറഞ്ഞാല് ഇപ്പൊ വെച്ചിട്ടാണ് ഫാൻസി ഫ്ലിക്ക് കളിപ്പിക്കുന്നത്. അത് മാത്രം കുറയ്ക്കും. 90 മിനിറ്റ്സ് 30 മിനിറ്റ്സ് 70 മിനിറ്റ്സ് ഒക്കെ 70 മിനിറ്റ്സിന് ശേഷം എല്ലാവരും ഇറക്കാം. എംബാപ്പിനൊക്കെ 80-90 മിനിറ്റ്സിലൊക്കെ ഇറക്കിയില്ല അവര്. അതുപോലെ ഇറക്കി കളിക്കും. ഈ പെഡ്രീനെയും ലമീനെയും റഫീനെയും ഇവരൊക്കെ വെച്ച് 90 മിനിറ്റ് കളിപ്പിക്കില്ല. ഇതാണ് പ്രശ്നം. അപ്പൊ അവസരങ്ങളിൽ കുറച്ച് റെസ്റ്റ് കൊടുക്കുക. അപ്പൊ ഇന്ന് കണ്ടില്ല ഇന്നത്തെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാല് അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ ഫെർമീനിന്റെ പകരക്കായിട്ട് ഇറക്കാൻ ആളില്ല. ഗാവി പരിക്കാണ്, ഓൽമോ പരിക്കാണ്. എന്താ ചെയ്യുക? അതേപോലെ ഇന്നത്തെ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഫസ്റ്റ് പഴിച്ചത് ഫെറാൻ ടോറസ് എനിക്ക് തോന്നുന്നു ഫുൾ ഫിറ്റ് ഒന്നല്ല. എത്ര ചാൻസുകൾ ചങ്ങായിക്ക് കിട്ടിയത്. അതും ഒരു ഇന്നത്തെ എന്താ പറയുക, റാഷ്ഫോർഡും ഉണ്ട്, ഫെറാൻ ടോറസും ഉണ്ട്. ഇവർ രണ്ട് സ്ട്രൈക്കർമാരുടെ റോളാണ് അവർ കളിക്കുന്നത്. രണ്ടാളും സൈലന്റ് ആണ്, ഒരു ഭാഗത്തേക്ക് നിൽക്കുക അല്ലാണ്ട് അതേപോലെ പ്രസ് ചെയ്യുന്ന കാര്യത്തിലും ഒന്നും ഇവര് അത്ര റിസ്ക് എടുക്കുന്നില്ല. രണ്ട് ചാൻസ് മാത്രമേ എടുത്തുള്ളൂ. പക്ഷെ റാഷ്ഫോർഡ് ഒരു അസിസ്റ്റ് കൊടുത്തു അല്ലേ? റാഷ്ഫോർഡ് അസിസ്റ്റ് ഉണ്ടായിരുന്നു. റാഷ്ഫോർഡ് കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ കളിയിൽ പറഞ്ഞാൽ എമാനൊക്കെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ശോകം തന്നെയായിരുന്നു. അത് മാത്രമല്ല, പക്ഷെ ലമീനെങ്കിലും വന്ന് പുറകെ വന്ന് പ്രസ് ചെയ്ത് ബോളൊക്കെ തട്ടിയെടുത്തു. പക്ഷെ റാഷ്ഫോർഡും ഫെർണാണ്ടോസും ആ ഒരു പ്രസിംഗിലാണ്, പെഡ്രയുടെ ഒരു പ്രസിംഗിലാണ് ആർദുഗുലാറിന്റെ കാലിൽ നിന്ന് ബോൾ എടുത്തിട്ട് റാഷ്ഫോർഡിൽ നിന്ന് ക്രോസ് കിട്ടിയിട്ട് ഫെർമിന് ഗോൾ അടിക്കുന്നത്.
ഗോൾ അടിച്ചത് അങ്ങനെയല്ലേ. അപ്പൊ അതുവരെയൊക്കെ പ്രസിംഗ് ഒക്കെ ഇങ്ങനെ ഒരു സൈഡിൽ പ്രസ് ചെയ്യുന്നുണ്ട്, ഒരു സൈഡിൽ പ്രസ് ചെയ്യില്ല. പ്രസിംഗ് എന്ന് പറഞ്ഞാൽ ഫുള്ളാണ്. അന്ന് നമുക്കിപ്പോ കഴിഞ്ഞ സീസണിലൊക്കെ എന്ന് പറഞ്ഞാൽ റഫീനിയ, യമാല്, ലെവൻഡോസ്കി ഇവര് 3 പ്രസ്സാണ്. പറ്റുകയാണെങ്കിൽ മിഡ്ഫീൽഡറിൽ ആരെങ്കിലും ഒരാളും പ്രസ് ചെയ്യണ്ട. അപ്പൊ 4 പ്രസിംഗ് ഒരു സമയത്ത് ഇന്ന് റയൽ അതൊക്കെയാണ് യൂസ് ചെയ്തത്. ഇപ്പോ ബാർസ ചെയ്തില്ല. ഫെർണാണ്ടോറസും പിന്നെ റാഷ്ഫോർഡും അവിടെ വെറുതെ നോക്കി നിൽക്കണം. കൗണ്ടർ വരുന്നവരെ നോക്കി, കൗണ്ടർ വരുന്ന പോയി ബോൾ എടുത്താൽ കൗണ്ടർ വന്നിട്ട് ഇവർക്ക് അതിനുള്ള പൊട്ടൻഷ്യലും വേണം. കൗണ്ടറിൽ പോയിട്ട് ഓടിപ്പോയി അടിക്കാനുള്ളത്. നമുക്ക് പ്ലേയേഴ്സിനത്തെ സ്പീഡും കാര്യങ്ങളും വേണം. അതേപോലെ ഫെർണാൻഡ് പിന്നെ നോക്കുകയാണെങ്കിൽ 100% ക്ലിയർ ഗോൾ മാത്രമേ ഇതുവരെ അടിച്ചിട്ടുള്ളൂ. ഫെർണാണ്ടോറസിന്റെ കാര്യം, ഫെർണാണ്ടോറസ് 50-50 ചാൻസ് ഒക്കെ അടിക്കൽ കുറവാണ്. അതന്നെയാണ് ഇന്ന് സംഭവിച്ചത്. 2-3 ഗോളിന് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ചാൻസ് ഒരു സിസർ കട്ടായിരുന്നു, പക്ഷെ അത് കണ്ണടച്ചിട്ട് സിസർ കട്ടൊക്കെ എവിടുത്തെ ഷോട്ടൊക്കെ ഇങ്ങനെയൊക്കെ ഷോട്ട്. പിന്നെ അതേപോലെ പെനാൽറ്റി, എംബാപ്പെ പെനാൽറ്റി മിസ്സാക്കിയ ശേഷം ഫെർമിൻ ഫെർമിൻ ലോപ്പസിന് നല്ലൊരു ഗോൾഡൻ ചാൻസ് ഒരു കൗണ്ടർ പാസ് കൊണ്ട് നല്ല സുന്ദരമായ ഗോളാന്ന് തന്നെ ഞാൻ വിചാരിച്ചത്. ഫെർമിൻ ലോപ്പസിന് ഇന്ന് കിട്ടിയ ഗോൾഡൻ ചാൻസ് ആയിരുന്നു. അത് ഗോളാക്കിയായിരുന്നെങ്കിൽ ബാഴ്സ 2-2 സമനിലയിൽ പിരിഞ്ഞിട്ടുണ്ടാവും. അത് കൗണ്ടറിലൂടെ പോകുമ്പോൾ ബാഴ്സയുടെ 3 പ്ലേയേഴ്സും റയലിന്റെ 2 പ്ലേയേഴ്സും ഫെറാൻ ടോറസ് പെനാൽറ്റി ബോക്സിൽ ഫ്രീ ആയി നിൽക്കുക, അടിച്ചു വിട്ടു. പക്ഷെ അടിച്ചത് ഗോളായിരുന്നെങ്കിൽ കൂടി കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു അസിസ്റ്റ് കൊടുക്കായിരുന്നു എന്ന് ഒരു തോന്നലുണ്ട്. പക്ഷെ എന്നാലും അടിച്ചത് കയറ്റുന്ന വിചാരിച്ചു. പക്ഷെ അത് ഗോൾ കീപ്പർ നേരെയുള്ള ഷോട്ടായിരുന്നു. ശേഷം ഒരു സ്ലൈഡ് ആയിട്ട് അത് ക്രോസ് വന്നു, ഫെർമീന് കുറച്ച് സ്പീഡിൽ പോയിട്ട് സ്ലൈഡ് ചെയ്താണെങ്കിൽ ജസ്റ്റ് ടച്ചിന്റെയും ഗോളായിരുന്നു. ഫെർമീന് നല്ല ചാൻസ് വേണ്ടത്. പക്ഷെ ഫെർമീനൊക്കെ 50-50 ചാൻസുകളാണ് പരമാവധി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫെർമീൻ നല്ല രീതിക്ക് കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ബാഴ്സയുടെ മാനേജ്മെന്റിനോട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്ലേയേഴ്സിന് 90 മിനിറ്റ് ഇട്ട് കളിപ്പിക്കരുത്. കളിപ്പിച്ചാൽ നിങ്ങൾക്ക് സീസൺ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും പരുക്കുകളും ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മത്സരങ്ങൾ നടക്കാനുണ്ട്. യൂസിയെല്ലും ബാധിക്കും, വരാൻ പോണ ഫൈനൽസുകള്, ലീഗുകള് എല്ലാം ബാധിക്കുന്ന പ്ലെയേഴ്സിന്റെ ഇഞ്ചറാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള നിങ്ങൾ അതേപോലെ കൊടുക്കണം. ഒരു 70 മിനിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. ഇന്ന് തന്നെ ബാഴ്സയുടെ 4 സബ്സ്റ്റിറ്റ്യൂട്ട്, റയലിന്റെ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ബാഴ്സ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വിനീഷ്യസ് ഇത്രയും നന്നായി കളിക്കുന്ന വിനീഷ്യസിനെ സാവി 70 മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ഭയങ്കര കോമൺ ആയിരുന്നു. വിനി സബ്സ്റ്റിറ്റ്യൂട്ട് ആകുമ്പോൾ ഇങ്ങനെ ഞാനാണോ സബ്സ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ചോദിച്ചു. പിന്നെ ആകെ അഗ്രഷനായ ആകെ ഒരുമാതിരി ഇമോഷണൽ ആയിട്ട് അവിടെയൊക്കെ ആയിട്ട് നേരെ ഉള്ളിക ടണലിലേക്ക് കയറി. അതന്നെ. അത് മാത്രല്ല ജാബി അലൻസ് കളി ഇങ്ങനെ നോക്കണ്ടത്. വിനീഷ്യസ് അങ്ങോട്ട് പോകുമ്പോൾ കളി അത് കോച്ച് തീരുമാനം എടുത്തു. അത് ഓക്കെ, ഇനി അവർ പ്ലേയേഴ്സ് എന്താണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ കണ്ടില്ലേ, അങ്ങനെയൊക്കെയാണ് അവർക്ക് റെസ്റ്റ് കൊടുക്കുന്നത്. അടുത്ത് റോഡ്രിഗോനെ ഇറക്കി അതേപോലെ കളി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ ഉള്ള സാധനം ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്ത് നിന്നാൽ അവസാനം ആകുമ്പോഴേക്കും അവർ ചെണ്ടത്. ഇപ്പൊ പെഡ്രിയുടെ അവസാനത്തെ 2ാമത്തെ യെല്ലോ കാർഡൊക്കെ അത്രയും ക്ഷീണിതരാണ്. ചങ്ങായിക്ക് ആ പാസ് ബോൾ തട്ടിക്കൊടുക്കാൻ വരെ വയ്യാത്തൊരു സിറ്റുവേഷൻ. അപ്പൊ അതുകൊണ്ടില്ല, പെഡ്രിയുടെ കളിയെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പെഡ്രി ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. അപ്പോഴും ഈ 90 മിനിറ്റ് ആള് കളിച്ചുകൊണ്ട് റെഡ് കാർഡ് കിട്ടിയെന്ന് പുറത്തേക്ക് ആളുടെ കരിയറിൽ തന്നെ ഫസ്റ്റ് റെഡ് കാർഡ് എന്ന്. 1ാമത്തെ റെഡ് കാർഡ് യെല്ലോ കാർഡ് എന്ന് പറഞ്ഞാൽ അത് മസ്റ്റായിട്ട് വേണം, അത് ഇല്ലാതിരുന്ന് നടക്കില്ല. 2ാമത്തെ അവസാനം വരെ പോയിട്ട് ആൾക്ക് ആ ബോൾ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് പാസ് ചെയ്യാൻ കിട്ടാത്തൊരവസ്ഥയിലാണ് ഒരു ടാക്കിൾ വന്നിട്ട് അത്രയ്ക്ക് ക്ഷീണമായിട്ടുണ്ട് പെഡ്രിക്ക്. അതെ, 90 മിനിറ്റ് പ്ലസ് ആഡ് ഓൺ ടൈം കളിക്കില്ല. എല്ലാ കളിക്കും സ്ഥിരമായിട്ട് കളിച്ചു. അതും ഏറ്റവും കൂടുതൽ കിലോമീറ്റർ ബാഴ്സന്റെ കളി നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കിലോമീറ്റർ കവർ ചെയ്യുന്ന ഈ ചങ്ങായി ആയിരിക്കും. അപ്പൊ ഇവർക്കൊക്കെ ശരിക്കും റെസ്റ്റ് കൊടുക്കണം. റെസ്റ്റ് കൊടുക്കേണ്ട രീതിക്ക് കളി വേനയാണ്. ഇപ്പൊ യമാലിനായിക്കോട്ടെ, ഇന്നിപ്പോ യമാല് അതേപോലെ നമ്മുടെ റൂണിനൊക്കെ സെക്കൻഡ് ഹാഫിൽ ഇറക്കേണ്ടത്. ഇത് കുറച്ചുകൂടി നേരത്തെ ചെയ്തിരുന്നെങ്കിൽ കുറച്ച് കളിയുടെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. അവസാനം കുറച്ച് ഇമ്പാക്ട് ഒക്കെ ഉണ്ടായി, കുറെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എന്തായാലും മറന്ന ഒരു ചാൻസ് ഉണ്ട്, കുണ്ടേന്റെ മറ്റേ ചെസ്റ്റ്. അയ്യോ, യമാല് അതെങ്ങാനും ഗോളായിരുന്നെങ്കിൽ യമാലിന് അതന്നെ മതിയായിരുന്നു. ഇന്നത്തെ അത്ര സുന്ദരമായ ഒരു അസിസ്റ്റ് ആയിരുന്നു അങ്ങനെ ഇട്ട് കൊടുത്തത്. കുണ്ട എവിടെന്നാ വന്നത് അറിയില്ല. എന്നിട്ട് ബോൾ തട്ടുമ്പോഴത്തേക്കും അത് പക്ഷെ ഒരു ഡിഫൻഡർ ആണെങ്കിൽ, അല്ല ഒരു അറ്റാക്കർ ആണെങ്കിൽ, ഇപ്പൊ ലെവൻഡോസ്കിയോ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ, എംബാപ്പെ ലെവൻഡോസ്കിയോ പോലെ താരങ്ങളാണെങ്കിൽ അവർക്ക് നന്നായി ഫിനിഷ്. കുണ്ട ആയതുകൊണ്ടാണ് അത് ജസ്റ്റിൽ എടുക്കുമ്പോൾ കുറച്ച് വൈഡായി പോയി. അല്ലെങ്കിൽ അത് സുന്ദരമായ ഗോളായാണ്. അതിൽ യാതൊരു സംശയമില്ല, അത് ഗോൾ തന്നെയാണ്. കോത്തവരെ കൊണ്ട് ചിലപ്പോ കൂടിയെന്ന് വരില്ല. അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ ഫുട്ബോളിൽ. ഇനിയിപ്പോ റയൽ മഡ്രിഡുകാർക്ക് എന്തായാലും സന്തോഷിക്കാനുള്ള വകുപ്പുണ്ട്. പക്ഷെ ഈ സീസണിലെ എൽ ക്ലാസിക്കോ ഇവിടെ അവസാനിച്ചിട്ടില്ല, എൽ ക്ലാസിക്കോകളും അവസാനിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും ഇനി അടുത്ത എൽ ക്ലാസിക്കോ ആയിട്ട് മെയ് വരെ കാത്തിരിക്കണം. അപ്പൊ നമുക്ക് ഇന്നത്തെ ഇവരുടെ സ്റ്റാറ്റസിലേക്ക് നോക്കിയാൽ, സ്റ്റാറ്റസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കളിയുടെ ഒരു ഇത് കിട്ടും. അപ്പൊ ഉപ്പച്ചി നമ്മൾ ഇന്ന് പിന്നെ സ്റ്റാറ്റസിലേക്ക് കടന്നാലോ? നമുക്ക് ഇതിന്റെ സ്റ്റാറ്റസ് നോക്കാം.
നമുക്ക് റയൽ 21 ഷോട്ടുകളാണ് എടുത്തത്. അതിൽ 9 ഓൺ ടാർഗറ്റിലേക്ക് എടുത്തപ്പോൾ ബാഴ്സലോണ 13 ഷോട്ടുകൾ 6 ഓൺ ടാർഗറ്റിലേക്ക് എടുത്തു. 48% ബാൾ പൊസിഷൻ ഉണ്ടായിരുന്നു റയലിന്റെ അടുത്ത്, 52% ബാഴ്സയുടെ അടുത്തുണ്ടായിരുന്നു. 244 പാസുകൾ മാത്രമേ റയൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. 617 പാസുകൾ ബാഴ്സ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 87% പാസിംഗ് അക്യുറസി ആയിരുന്നു റയലിന്റെ അടുത്ത്, 95% പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു ബാഴ്സയുടെ അടുത്ത്. ഫൗൾസ് നോക്കുകയാണെങ്കിൽ 12 ഫൗൾ റയൽ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 9 ഫൗളാണ് ബാഴ്സ കംപ്ലീറ്റ് ചെയ്തത്. 4 യെല്ലോ കാർഡ് റയലിനുണ്ടായിരുന്നു, 2 യെല്ലോ കാർഡ് ബാഴ്സയ്ക്ക് ഉണ്ടായിരുന്നു. റെഡ് കാർഡ് നോക്കുകയാണെങ്കിൽ പെഡ്രിക്ക് ബാഴ്സലോണയ്ക്ക് ഒരു റെഡ് കാർഡ് ഉണ്ട്. അതേപോലെ കളി കഴിഞ്ഞ ശേഷം റയലിന്റെ ഗോൾ കീപ്പർക്ക് ഒരു റെഡ് കാർഡ് വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇതിൽ അറിയുന്നത്. അതേപോലെ ഓഫ് സൈഡ് നോക്കുകയാണെങ്കിൽ 5 ഓഫ് സൈഡുകൾ ഉണ്ടായിരുന്നു റയൽ മാഡ്രിഡിന്റെ. അതിൽ ഗോളൊക്കെ അടിച്ച ശേഷം ഓഫ് സൈഡ് വിളിച്ചിട്ടുണ്ടായിരുന്നു 1 2 അതേപോലെ ഓഫ് സൈഡ് ബാഴ്സ നോക്കുകയാണെങ്കിൽ 2 മാത്രമാണ്. 12 കോർണേഴ്സ് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു റയൽ മാഡ്രിഡ്. ബാഴ്സലോണ വിൻ ചെയ്ത് വെറും 4 കോർണേഴ്സ് മാത്രം. ഈ 12 8 ഫസ്റ്റ് ഹാഫിലെ തോന്നുന്നുണ്ട് അല്ലെ. ഫസ്റ്റ് ഹാഫിൽ അത്രയും 7 കോർണേഴ്സ് ഫസ്റ്റ് ഹാഫിൽ വിൻ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പൊ അത്രയും ഒന്ന് ഇമ്പാക്റ്റിൽ കളി, ശരിക്കും കളി പഠിച്ച് ബാഴ്സലോണയ്ക്കെതിരെ ജയിക്കണം എന്നുള്ള വാശിയിലും അതേപോലെ കളി നന്നായി പഠിച്ച് ഫസ്റ്റ് ഹാഫിൽ ബാഴ്സലോണയുടെ ഓഫ് ലൈൻ ട്രാപ്പ് എങ്ങനെ ബീറ്റ് ചെയ്ത് ഗോൾ സ്കോർ ചെയ്യണം, സെക്കൻഡ് ഹാഫിൽ ആ ഗോളിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് വിജയിക്കണം എന്നാണ് നോക്കിയത്. അത് കറക്റ്റ് ആയിട്ട് ജയിച്ചില്ല. വഴക്ക് എൽ ക്ലാസിക്കോ എപ്പോഴും ഉണ്ടാവും, പക്ഷെ ഇന്നത്തെ വഴക്ക് തുടങ്ങി വെച്ച ലുനിനാണ്. ലുനിൻ തുടങ്ങിയതൊക്കെ ലുനിൻ തുടങ്ങിയ മുമ്പ് ഒരാള് തുടങ്ങിയിട്ടുണ്ടല്ലോ. യമാലാണല്ലോ ഇതിനെല്ലാം തിരുവനന്തപുരത്ത്, അല്ലെങ്കിൽ നോർമലായിട്ട് തീരേണ്ട ഒരു കളിയാണ്. അപ്പൊ ചിലപ്പോ ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ റയൽ നല്ല കുറെ ഗോൾ മാർജിൻ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ബാഴ്സ കംബാക്ക് നടത്തുന്നതൊക്കെ ശരിയാണ്. പക്ഷെ ഈ ഒരു കളിയിൽ അവർക്ക് വിജയം വേണം. അതിനു വേണ്ടിയിട്ട് പരമാവധി, അതായത് കർവഹാലിനൊക്കെ ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ട് ആദ്യം വാവലിലേക്ക് പരുക്കന്തായപ്പോ സബ്സ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി വിളിച്ചു, ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഇറക്കാൻ പറ്റാത്തതുകൊണ്ട് ആൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോ ഇന്നത്തെ കളിക്ക് ആർക്കൊക്കെ ഗ്രൗണ്ടിൽ ഇറങ്ങാൻ പറ്റിയിട്ട് ബാഴ്സയ്ക്കെതിരെ വിജയിക്കാൻ പറ്റും. അതേപോലെ ആ ഗ്രൗണ്ട് ബെർണബോ മൊത്തം അത് ആഗ്രഹിച്ചിട്ടുണ്ട് ഇന്നത്തെ വിജയം. അല്ലെങ്കിൽ 4 കളി പരാജയപ്പെട്ടു, 5 കളി ഒരു ഫ്രണ്ട്ലി മാച്ച് അടക്കം 5 മത്സരങ്ങൾ പരാജയപ്പെട്ടു. ഇതും കൂടിയാണെങ്കിൽ 6 മത്സരം. അതേപോലെ ഇതിനു മുമ്പ് കണ്ടിന്യൂസ് ആയിട്ട് 5 എൽ ക്ലാസിക്കോ ജയിച്ച ഒരേ ഒരു കോച്ചേ ഉള്ളൂ. അതെ, നമ്മുടെ ഇപ്പൊ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കോച്ചായ പെപ് ഗാർഡിയോളാണ് 5 എൽ ക്ലാസിക്കോകള് നമ്മുടെ മെസ്സി സംഘത്തെയും കൂട്ടിയിട്ട് വിജയിച്ചത്. ഇപ്പൊ അതിനു മുമ്പ് നമ്മുടെ സാബി അലോൺസിക്ക് മുമ്പ് അഞ്ചലോട്ടി 4 എൽ ക്ലാസിക്കോ കണ്ടിന്യൂസ് ആയി വിജയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അൻസി ഫ്ലിക്കാണ് 4 എൽ ക്ലാസിക്കോ കണ്ടിന്യൂസ് ആയി വിജയിച്ചത്. ഇന്നത്തെ 5ാമത്തെ എൽ ക്ലാസിക്കോ വിജയിക്കുമെന്ന് ഇറങ്ങിയിട്ട് ബാഴ്സലോണ ആ പ്രതീക്ഷയാണ് ഇറങ്ങിയത്. എനിക്ക് വലിയ പ്രതീക്ഷയാണ്. ഞാൻ ഇന്നലത്തെ പ്രൊഡിക്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2-2 സമനിലയിരിക്കുന്നത്. എന്തായാലും സാറിന്റെ പ്രൊഡിക്ഷൻ? 2-1 ഉണ്ടായിരുന്നു, 3-2 ഉണ്ടായിരുന്നു. ഞാൻ എന്താ പറഞ്ഞത്? ബാഴ്സലേക്കായിരുന്നു. ബാഴ്സ ജയിക്കുന്നില്ല നീ പറഞ്ഞത്. ഇപ്പൊ തോറ്റപ്പോ നമ്മളെ ട്രോളാൻ പറ്റും അല്ലെ? അതന്നെ പറയുന്നത്. നിങ്ങള് ബാഴ്സ ജയിക്കുന്നു പറഞ്ഞു ഇന്നലെ 3-2 2-1 ജയിക്കുന്നത്. ഞാൻ അപ്പോഴും എന്താ പറഞ്ഞത്, ഇന്ന് സമനിലയ്ക്ക് ഒരു ചാൻസ് ഉണ്ട്. എന്റെ മനസ്സിലാവും ആ സമനില ഗോളൊക്കെ കിട്ടി, പക്ഷെ അടിക്കാൻ പറ്റില്ല അവർക്ക്. എനിക്ക് ഒരു 3-3 ചിലപ്പോൾ ആവേണ്ടതായിരുന്നു 2 ടീമും. പക്ഷെ 2 ടീമും നല്ല അവസരങ്ങൾ മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായിക്കോട്ടെ, മെയിൻ ആയിട്ട് തിളങ്ങി നിന്ന ഒരു ഷോട്ടാണ് എംബാപ്പേന് മറ്റേ വോളി 30 ബോക്സ്. ഫസ്റ്റ് ഓഫ് സൈഡ് ആയത് അല്ലേ? ഓഫ് സൈഡ് ആയത് 2 മിനിറ്റ്. നിങ്ങൾ ക്യാമറ ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ അത് നോക്കുക, പെനാൽറ്റിന് ശേഷം വന്ന് ഇരുന്നപ്പോ അടുത്ത ഗോളിന് ഗോൾ അതായിരുന്നു. അപ്പോ അതൊക്കെ കഴിഞ്ഞു. എന്തായാലും ഇതൊക്കെയാണ് ഈ എൽ ക്ലാസിക്കോന്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ബ്രീഫായിട്ട് നാളെ വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം, അതിന്റെ ഗെയിമിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോ എന്തായാലും എൽ ക്ലാസിക്കോ ഇന്നത്തോടെ തീരുന്നില്ല, ബാഴ്സയും റയലുമായിട്ടുള്ള കളികൾ ഇന്നത്തോടെ അവസാനിക്കുന്നില്ല. അപ്പോൾ ഇനിയും എൽ ക്ലാസിക്കോകളുണ്ട്. അപ്പൊ അതിനുവേണ്ടി കാത്തിരിക്കാം. അപ്പൊ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളായ ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. അതേപോലെ നമ്മൾ ഈ കളിക്കുന്ന മുമ്പ് ഒരു ഇതിട്ടുണ്ടായിരുന്നു, ഗിവ് അവേ ഇട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ. അപ്പോ അബദ്ധവശാല് യൂട്യൂബിന്റെ കമന്റ് ബോക്സ് ഓൺ ചെയ്യാൻ മറന്നുപോയി, ക്ഷമിക്കുക അതിനെല്ലാവരും. അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ കുറെ കമന്റ്സുകൾ വന്നിട്ടുണ്ട്. അതിൽ കമന്റ്സ് നമ്മൾ നോക്കിയിട്ട് അതിൽ ആരാണ് വിന്നർ നമ്മൾ അടുത്ത വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും.